ഹലോ ഗായ്സ്, അപ്പോൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ സാധാരണ പറയാറുള്ളത് ഇടയ്ക്ക് വൈകുമ്പോൾ വീഡിയോസൊക്കെ ഇടാൻ വൈകുമ്പോൾ തിരക്കുകളിൽ നിന്നാണ്. അങ്ങനെ വലിയ തിരക്കൊന്നുമല്ല, എന്നാലും ഈ സാധാരണക്കാരെ പോലെ ജീവിതം ഓടി പിടിക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ തിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കുറച്ച് വിഷയങ്ങളുണ്ട്. അതായത് കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ അഖിൽ മാരാറ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് ഫെയിമാണ് അഖിൽ മാരാറും. അഖിൽ മാരാറും ഇവിടെ അടുത്ത് ഈ ഒരു ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചും ഇന്ത്യൻ ആർമി പാകിസ്ഥാനെതിരെ നടത്തിയ അറ്റാക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ, ഈ പറയുന്ന അഖിൽമാരുടെ വീഡിയോ മുഴുവനൊന്നും കണ്ടില്ല. പിന്നെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതായിട്ട് കണ്ടു, ഇതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ എടുത്ത് നോക്കിയിട്ട് അതും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചേ കണ്ടുള്ളൂ ഈ ഒരു വീഡിയോ അഖിൽമാരുടെ. അപ്പോൾ അഖിൽമാരാർ പറഞ്ഞ കാര്യം, ഈ ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്തിയത്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തർ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അതിനൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നോക്കി കമ്പയർ ചെയ്യാൻ നിന്നാൽ അതിനെ സമയം കാണും. അപ്പം അതൊന്നും നോക്കണം എന്നില്ല. ഇപ്പം അത് വെറുതെ പറയുന്നതാണ് പല ആൾക്കാരും. അത് കമ്പയർ ചെയ്യുന്നവർക്ക് ചെയ്യാതിരിക്കാം. ഞാനൊന്നും അതിലൊന്നും പറയുന്നില്ല. ഇനി അടുത്ത ഒരു കാര്യം, പിന്നെ ഈ അഖിൽമാർക്കെതിരെ ഇപ്പോൾ കേസൊക്കെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതാണ് പിന്നെ പറയാനുള്ള കാര്യം. ഇനി ഇതല്ലാതെ വേറൊരു വിഷയം പറയാനുള്ളത്, നമ്മുടെ BJPയുടെ ഒരു നേതാവ്, നമ്മുടെ കേരളത്തിലല്ല പുറത്തത്തെ ഒരു നേതാവ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പെട്ട ഒരു ക്യാപ്റ്റൻ, ഇതിന് നേതൃത്വം കൊടുത്ത ആരായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഞാനങ്ങനെ മറക്കാൻ പാടില്ല. കാരണം ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാകുന്നു, എനിക്കിതൊക്കെ പഠിക്കാൻ കാണും. അപ്പോൾ സോഫിയ ഖുറേഷി എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവരെ കുറിച്ച് മോശമായിട്ട്, പാകിസ്ഥാന്റെ സഹോദരിയെ കൊണ്ട് അങ്ങനെ എന്തോ ഒരു പരാമർശം പുള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. പുള്ളിക്കെതിരെ ഇപ്പൊ കേസെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ഹൈക്കോടതി ആയിരുന്നു തോന്നുന്നു, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനോടൊക്കെ പറയാനുള്ളത്, ഇവിടെ ഒരുപാട് പേര് നമ്മളെ വിമർശിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. പലതും പറഞ്ഞപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാള് ഇന്ത്യക്കെതിരെ ഇങ്ങനൊരു പ്രശ്നം വന്ന സമയത്ത് ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ നേതൃത്വം നൽകിയ ആളാണ് ആര്? ഈ സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഈ ഒരു വനിതയായിട്ടുള്ള, നമ്മൾ ധീര വനിത എന്ന് തന്നെ പറയണം അവരെ. എന്നിട്ട് ഇന്ത്യക്കെതിരെ ഇത്രയും വലിയ പ്രശ്നം വന്നപ്പോൾ അതിൽ നല്ല രീതിയിൽ തിരിച്ചടിച്ച ഇവരെ ഈ രീതിയിൽ ഒരു പരാമർശം നടത്തുക എന്ന് പറഞ്ഞത് വളരെ മോശമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന എന്ത് ചെയ്താലും, ഒരാൾ എന്ത് നന്മ ചെയ്താലും ഇവരുടെയൊക്കെ ഉള്ളിൽ എന്തെങ്കിലും ഒരു എന്തിന്റെ പേരിൽ, ഇപ്പം മതത്തിന്റെ പേരിലോ മറ്റ് എന്തിൻ്റെങ്കിലും പേരിലോ ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ മാറില്ല. ആ ധാരണയാണ് ഉള്ളിലിരുന്ന് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. ഇത് പറയണം എന്നൊക്കെ പറഞ്ഞ് അൺനെസസറി കമന്റ് ആണ്, ഒരു കാര്യമില്ല. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ BJPയുടെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിനെ ഒരുപാട് ഇതിന്റെ മുമ്പ് പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും അലക്കിയിട്ടുള്ളതാണ്. അതായത് ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വന്നതിന് ശേഷം സംഘപരിവാറിനെ ലാലേട്ടനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അവർ സംഘപരിവാർ ഹാൻഡിലുകൾ ലാലേട്ടനെ അങ്ങ് കൂടുതലായിട്ട്, ലാലേട്ടനെയും ഈ ഒരു സിനിമയുടെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ, അണിയറ പ്രവർത്തകരെയൊക്കെ എടുത്തിട്ട് അലക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇപ്പോഴടുത്ത് ഞാൻ കുറച്ച് മുന്നേ റിപ്പോർട്ടർ ചാനൽ എന്ന റിപ്പോർട്ടർ TV നിങ്ങൾക്ക് അറിയായിരിക്കും, അതിൻ്റെ ഒരു കാര്യം കണ്ടു. അതായത് ലാലേട്ടനെ എന്തുകൊണ്ട് ഇപ്പോൾ സംഘപരിവാർ വെറുക്കുന്നു എന്നുള്ള രീതിയിൽ എന്തോ ഒരു വീഡിയോ വന്നിരുന്നു. അവരുടെ ആ ഒരു ന്യൂസിൽ പറഞ്ഞിരുന്നു ഒരു കാര്യം. ആ കാര്യത്തിൽ പറയുന്നത്, ഈ ലാലേട്ടൻ അയോധ്യ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പോയില്ല. അന്ന് മുതൽ തന്നെ ഈ ഒരു വെറുപ്പ് സംഘപരിവാറിന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വന്നതോടുകൂടി വീണ്ടും കുറച്ചും കൂടി പിന്നെ പല ആൾക്കാരും ലാലേട്ടനോടുള്ള ആരാധന തീർന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് സംഘപരിവാറിന്റെ ആൾക്കാർ, സംഘപരിവാർ അനുകൂലികൾ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലാലേട്ടൻ അങ്ങ് ഏതോ ഒരു അറേബ്യൻ, ഏത് നാടാണെന്നൊന്നും അറിയില്ല, UAE ആയിരിക്കും, അവിടുത്തെ എന്തോ ഒരു പ്രോഗ്രാമിൽ പുള്ളി എന്തോ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ജിഹാദികളുടെ സ്റ്റേജിൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഓർഗനൈസറിൽ വന്നിരുന്നു. അത് വിവാദത്തിന് ശേഷം പിന്നെയും പിൻവലിച്ച്. ഇവർ ഈ വിവാദം ഉള്ളത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് എന്തിനാണ്? അതിന്റെ യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. എന്തോ ഒരു ദുബായിൽ എന്തോ ഒരു പ്രോഗ്രാമാണ്, ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്ത ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ വേണ്ടാത്തൊക്കെ അടിച്ചു വിട്ടത്. ഏതായാലും അത് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത്, ഒരുപാട് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് ഈ പറയുന്ന ഇവന്മാരോടൊക്കെ പറയുന്നതാണ്, എടാ നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? ഞാൻ പറഞ്ഞല്ലോ, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം പൃഥ്വിരാജ്, മുരളി ഗോപി, മറ്റേ പിന്നെന്താണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവര്, അങ്ങനെ തുടങ്ങിയ മോഹൻലാൽ ഏതായാലും ഉണ്ട്. ഇവരൊക്കെ വെച്ചിട്ട് ഒരുത്തൻ്റെ ഒക്കെ, ഞാൻ ഒരു ആളുണ്ടായിരുന്നു, എന്താണ് മാത്യു തോമസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പരുടെ ചാനലേ പോയി. മൂപ്പര് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ ആർമിക്കെതിരെ മൂപ്പര് ഇല്ലാക്കഥ പറഞ്ഞതായിരുന്നു. പുള്ളിയുടെ ചാനലേ പോയി. അത്രയും കാലം ഈ എമ്പുരാനൊക്കെ വന്നപ്പോഴും ലാലേട്ടനെയും അതേപോലെ തന്നെ പൃഥ്വിരാജിനെയൊക്കെ വിമർശിച്ച് നിരന്തരം പോസ്റ്റ് ഇട്ട ഒരു ആളായിരുന്നു. പുള്ളിയുടെ ചാനൽ, പുള്ളി ഒരു കാര്യത്തിൽ
ഇന്ത്യൻ ആർമിക്ക് എതിരെ മീൻസ് ഇന്ത്യക്കൊരു ക്ഷീണം വന്നു എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു ഇയാൾ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് കണ്ടിട്ടില്ല, കേട്ടറിവാണ്. എന്നിട്ട് ഇങ്ങയുടെ ചാനലേ പോയി. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളോട് എത്രയോ കാലമായിട്ട് ഇപ്പോൾ ഒരു നാണം വേണ്ട മനുഷ്യന് വേറൊരു പണിയില്ലാതെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് മോഹൻലാലിനോ അതേപോലെ തന്നെ പൃഥ്വിരാജിനോ മറ്റാർക്കാണെങ്കിലും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യും, കാരണം നിങ്ങൾക്ക് വേറെ പണി ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ഏതായാലും നേരിട്ട് പോയി വിമർശിക്കാൻ പറ്റില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇവരെന്ത് പോസ്റ്റ് ഇട്ടാലും അല്ലെങ്കിൽ ഇവർക്കെതിരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, പടച്ചു വിടുക, എന്നിട്ട് നിങ്ങൾ അതിലൊരു സുഖം കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ ഒരു സുഖം കണ്ടെത്തി ഇനിയും ഇങ്ങനത്തെ പോസ്റ്റ് ഇടുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യും, അവരുടെ ഒന്നും രോമത്തിൽ ഇത് ഏക്കില്ല. ഗായ്സ്, നമ്മുടെ അഖിൽമാരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. അതായത് ബലൂചിസ്ഥാന് എന്തോ സഹായം ചെയ്തു പാകിസ്ഥാനെതിരെ നീങ്ങാൻ. ബലൂചിസ്ഥാൻ അറിയാലോ, പാകിസ്ഥാനിലെ ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാന്. അപ്പോൾ അങ്ങനെ അവർ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരാണ് കുറെ കാലമായി. അപ്പോൾ അതിന് ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ആയുധമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിരുന്നു അവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ അതിനും വലിയ രീതിയിലുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ അത് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പുള്ളിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ പുള്ളി അത് കാണിക്കട്ടെ.